പിന്നെ കുട്ടികള് വളരെ ഡെലിക്കേറ്റ് ആയിട്ടുള്ള ഒരു പറ്റം ആളുകളാണ്. നമ്മളത് മനസ്സിലാക്കി അവരെ നമ്മള് പാറയോട് പെരുമാറുന്നത് പോലെ, മരകഷ്ണങ്ങളോട് പെരുമാറുന്നത് പോലെ ആയിരിക്കും. അവർക്ക് താങ്ങാനുള്ള കരുത്തിൽ കുഞ്ഞുങ്ങൾ വളരെ ലോല ഹൃദയത്തോടു കൂടിയാണ് മുമ്പോട്ട് പോകുന്നത്. മുതിർന്നവരും ചിലപ്പോഴെങ്കിലും ജീവിതത്തിൽ കാട്ടിക്കൂട്ടുന്ന പരാജയങ്ങൾ നമ്മൾ എല്ലാ മേഖലയിൽപ്പെട്ടവര് നമ്മൾ കണ്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. ഹൃദയത്തിന്റെ ബലം നഷ്ടപ്പെട്ട ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ആ സമൂഹത്തോട് നമ്മൾ സംസാരിക്കുമ്പോൾ അവർക്കത് കേൾക്കാൻ തക്കവിധമുള്ള നയപരമായ സമീപനങ്ങളിലൂടെ നമുക്ക് വേണം. അതുകൊണ്ടാണ് വലിയ തന്ത്രജ്ഞനായിരുന്ന വിൻസ്റ്റൺ ചർച്ചിൽ അതുപോലെ പറഞ്ഞത്. അങ്ങനെ നമ്മൾ സമീപിക്കുമ്പോഴാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ കൈമാറ്റം ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുന്നത്. ഗ്രാമീണങ്ങളില് മദ്യം, മയക്കുമരുന്ന്, മറ്റ് ലഹരി പദാർത്ഥങ്ങളൊക്കെ എല്ലാ പള്ളിക്കൂടങ്ങളിലും കോളേജിലും ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല. എങ്കിലും ആ ഒരു വലിയ വിപത്ത് പരക്കെ നമ്മൾ കാണുന്നുണ്ട്. എനിക്ക് പറയാനുള്ളത്, എല്ലാ ലഹരികളും ആപത്താണ്. മദ്യലഹരി മാത്രമല്ല, മയക്കുമരുന്നും മാത്രമല്ല, എല്ലാ ലഹരികളും സമൂഹത്തിന് വിപത്താണ്. അതിൽ മദ്യാസക്തി കടിഞ്ഞാണിടേണ്ട സാമൂഹിക ദുരന്തം തന്നെയാണ്. മദ്യം കഴിച്ച് മാതാപിതാക്കൾ കഴിക്കുന്നത് കാണുന്ന കുട്ടികളുടെ ആത്മീയതയാണ് ആദ്യം തകരുന്നത്. ഈ മേഖലയിൽ വലിയ പഠനങ്ങൾ നടത്തിയിട്ടുള്ളവർ പറയാറുണ്ട്, ഒരു വീട്ടിൽ ഒരു മദ്യപാനി ഉണ്ടെങ്കിൽ 20 പേരെ എങ്കിലും അത് ബാധിക്കും. 20 പേരെ എങ്കിലും അത് ബാധിക്കും. വീട്ടിൽ വലിയവരാണ്, 6-7 മക്കളുണ്ടായിരിക്കും, അവരുടെ മാതാപിതാക്കളുണ്ട്, അവരുടെ സഹോദരങ്ങൾ കൈക്കൊണ്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഇവരെ കൊണ്ടുപോകുന്ന മറ്റ് ആളുകളുണ്ടായിരിക്കാം. മിനിമം 20 പേരെയെങ്കിലും നശിപ്പിച്ചുകൊണ്ടാണ് ഒരു മദ്യപാനി യാതൊരു ഉത്തരവാദിത്വമില്ലാതെ സമൂഹത്തില്, അത് ഏത് മതവിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിലും ഏത് അവസ്ഥയിലുള്ളവരാണെങ്കിലും പെരുമാറും. അതുകൊണ്ട് നമ്മളുടെ കുഞ്ഞുങ്ങളുടെ സംരക്ഷകരായിട്ടുള്ള PTA-ക്കുള്ള ആ ഉത്തരവാദിത്വം വളരെ വലുതാണെന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. മദ്യം മരുന്നാണ്, ഉന്മേഷം നൽകും എന്നൊക്കെ ഉള്ള ചിന്തകള് കൊണ്ടുനടക്കുന്നവരുണ്ട്. മദ്യമായിരുന്നു മരുന്നെങ്കിൽ ഏറ്റവും നല്ല ആരോഗ്യമുള്ളവര് കേരളീയർ തന്നെയായിരുന്നിരിക്കണം എന്നാണ് വിശ്വാസം. മദ്യമാണ് മരുന്നെങ്കിൽ അതിൽ 1ാം സ്ഥാനം ആരോഗ്യത്തിന്റെ മേഖലയിൽ നമുക്ക് കിട്ടുമായിരുന്നു. പക്ഷേ നേരെ മറിച്ചാണല്ലോ നമ്മൾ കാണുന്നതും മനസ്സിലാക്കുന്നതുമല്ല. മദ്യാസക്തമായ ഒരു സംസ്ഥാനമാണ് നമ്മുടേത്. അത് നമ്മൾ മാറി നിന്ന് സർക്കാരിനെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് ആത്മനിയന്ത്രണം ഇല്ലാതെ പോകുന്നത് കൊണ്ടാണ് അതിൽപ്പെട്ട മദ്യപാനത്തിലേക്ക് മാതാപിതാക്കളും അത് കാണുന്ന കുട്ടികളും ഒക്കെ പോകുന്നത്. വേദപുസ്തകത്തില് സുഭാഷിതങ്ങള് 23:32 അവസാനം അത് പാമ്പിനെ പോലെ കടിക്കുകയും അണലിയെ പോലെ കൊത്തുകയും ചെയ്യും. അദ്ദേഹത്തിനെ കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്. അത് പാമ്പിനെ പോലെ കടിക്കുകയും അണലിയെ പോലെ കൊത്തുകയും ചെയ്യും. അതാണല്ലോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഒറ്റപ്പെട്ട കേസുകളൊന്നുമല്ല, വളരെയേറെ വീടുകളിൽ ഈ വിപത്തുണ്ട്. പ്രത്യേകിച്ച് നമ്മളുടെ ഈ പ്രദേശം കാർഷിക മേഖലയാണ്. അതിനോട് ബന്ധപ്പെട്ട ആളുകള് അല്ലെങ്കിൽ മറ്റ് കച്ചവടം, ബാങ്കിങ് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഏർപ്പെടുന്നവരുടെ ഇടയിലും ഒക്കെ നമ്മളിത് കാണുന്നുണ്ട്. പൗലോസ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 13:13 മദ്യം ഇന്നും ഇന്നലെയും ഒന്നും തുടങ്ങിയതല്ല. അദ്ദേഹം അന്ന് റോമാക്കാർക്ക് എഴുതി, സുഖലോലുപതയിലോ മദ്യലഹരിയിലോ അവിഹിത വീഴ്ചകളിലോ വിഷയാസക്തിയിലോ കലഹങ്ങളിലോ അസൂയയിലോ വ്യാപരിക്കരുത്. മദ്യപാനത്തിൽ വ്യാപരിക്കരുതെന്ന് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് വിശുദ്ധ പൗലോസ്
റോമാക്കാരെ ഉദ്ദേശിച്ചതാണ്. അങ്ങനെ നമ്മൾ സത്യസന്ധമായി നോക്കിയാൽ നമ്മളുടെ സമൂഹത്തിൽ നിന്ന് പറിച്ച് എറിഞ്ഞ് കളയേണ്ട ഒരു കാര്യമാണ് ഇതെന്ന് നമ്മൾ മനസ്സിലാക്കണം. കേരള സംസ്ഥാന ബിവറേജസ് കോർപ്പറേഷന്റെ പല സമീപനങ്ങളും നമുക്ക് ആർക്കും സ്വീകാര്യമല്ലാത്ത രീതിയിൽ വരുന്നതും നമുക്കറിവുള്ളതാണ്. വേദപുസ്തകത്തില് ക്രൈസ്തവരായിട്ടുള്ളവർക്ക് കൂടുതൽ അറിയാം. സക്കറിയാസ് എലിസബത്ത് ദമ്പതികളുടെ മകൻ യോഹന്നാൻ മഗ്ദാന ജനിക്കുന്ന അവസരത്തിൽ അദ്ദേഹത്തെ കുറിച്ച് പല വിശദീകരണങ്ങൾ നൽകുന്നതില് സുവിശേഷകൻ എടുത്തു പറയുന്ന ഒരു കാര്യം അവൻ മദ്യപിക്കുകയില്ല എന്നാണ്. വളരെ വാർദ്ധക്യത്തില് ഒരാൺകുട്ടി ജനിക്കുന്നു എന്നുള്ള അവർ വലിയ സന്തോഷവും ആ ആൺകുഞ്ഞ് ലഹരി പദാർത്ഥങ്ങൾ ഒന്നും ഉപയോഗിക്കുകയില്ല എന്നുള്ള തിരുവചനം ഒരപ്പനെ സംബന്ധിച്ച് ഒരമ്മയെ സംബന്ധിച്ച് അതിനേക്കാൾ വിലപ്പെട്ട ഒരു വാർത്ത ഒന്നും ഉണ്ടായിരിക്കുകയില്ല. മദ്യപിക്കുകയില്ലാത്ത ഒരാൺകുട്ടി ജനിക്കുന്നു എന്നതിലാണ് സദ്വാർത്ത ആ ദമ്പതികളും ആ കുഞ്ഞിനെ കാത്തിരുന്ന ലോകവും എല്ലാം കണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. നമ്മളുടെ ആഘോഷങ്ങളില് കലാലയങ്ങളിലാണെങ്കിലും ആരാധനാലയങ്ങളിലാണെങ്കിലും മറ്റ് പൊതു സാംസ്കാരിക വേദികളിലാണെങ്കിലും ഒക്കെ ഇതിലേക്കുള്ള ഒരു വാസന പലപ്പോഴും കൂടി വരുന്നുണ്ട്. ഒന്ന് നമ്മള് പ്രാർത്ഥനാ ജീവിതം കുറയുന്നത് കൊണ്ട് തന്നെയാണ്. നമ്മളുടെ ഭവനങ്ങളില് നമ്മുടെ മാതാപിതാക്കള് എല്ലാവരും കുട്ടികളോടൊപ്പം സന്ധ്യയിൽ പ്രാർത്ഥിക്കാനിരുന്നാല്, നമ്മുടെ സ്ഥാപനങ്ങളില് ശുശ്രൂഷകളിലായിരുന്നത് എല്ലാവരും സന്ധ്യയിൽ പ്രാർത്ഥിക്കാനിരുന്നാല്, പള്ളികളില് അച്ഛന്മാർ ഒന്നിച്ച് സന്ധ്യയിൽ പ്രാർത്ഥിക്കാനിരുന്നാല് ഈ തിന്മ താനെ ഉറപ്പാണ്. ശരിക്ക് നമ്മള് സന്ധ്യകളിൽ പ്രാർത്ഥിക്കുന്ന ഒരു കീഴ്വഴക്കം നമുക്ക് കുറെയെല്ലാം ഉണ്ട്. ഒട്ടുമില്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ പലപ്പോഴും നമ്മൾ മാറ്റിവെക്കുന്ന ഒരു കാര്യം ഈ സന്ധ്യ പ്രാർത്ഥനയാണ്. പിന്നെ കുറച്ചുകൂടി കഴിയട്ടെ, പറയാം, സിനിമ കാണാം, പാട്ട് കേൾക്കാം, അങ്ങനെ പിന്നെ പറയാം. അപ്പോൾ അങ്ങനെയൊക്കെ ഈ സമുദായങ്ങളെ ബലഹീനമാക്കുന്ന ഒരു മാനസിക അവസ്ഥയിൽ നിന്ന് പിറക്കുന്ന കുട്ടികൾക്ക് കൂടുതൽ സംരക്ഷണം വേണം. അനാവശ്യമായിട്ടുള്ള ഒരുപാട് തിരിവുകള് നമ്മൾ കൊണ്ടുവരാറുണ്ട്. മദ്യം, ജാതി, ധനം, പ്രതികാരം, മാധ്യമം, ആർഭാടം, നിർമ്മാണം, വിനോദം, സഞ്ചാരം, വിവാഹം, ഇവിടെയെല്ലാം നമ്മള് കഴിയാനിടേണ്ട വലിയൊരു കാര്യമാണ് ഈ മദ്യം, മയക്കുമരുന്ന് എന്നത് നമ്മൾ തിരിച്ചറിയണം. നമ്മുടെ സമൂഹങ്ങളില് വളരെയേറെ ഒരു അനാരോഗ്യം പിടിപെട്ട സംസ്ഥാനമായിട്ട് നമ്മൾ മാറുകയാണ്. ഗാന്ധിജി ഒരിക്കൽ പറഞ്ഞു, ഇന്ത്യയുടെ മുഴുവൻ ഏകാധിപതിയായി 1 മണിക്കൂർ നേരത്തേക്ക് ഞാൻ നിയോഗിക്കപ്പെട്ടെങ്കിൽ ഞാൻ ചെയ്യുന്ന ഒന്നാമത്തെ കാര്യം പ്രതിഫലം കൊടുക്കാതെ എല്ലാ മദ്യശാപ്പുകളും അടച്ചുപൂട്ടുക എന്നതായിരുന്നു. എത്ര കരുത്തോടു കൂടിയ പ്രസ്താവനയാണ്. 1 മണിക്കൂർ ഈ രാജ്യത്തിന്റെ ഭരണം എന്നിൽ കിട്ടിയാൽ ഞാൻ ആദ്യം ചെയ്യുന്നത് ഒരു പ്രതിഫലവും കൊടുക്കാതെ ഈ രാജ്യത്തെ മുഴുവനും മദ്യശാലകളും അടച്ചുപൂട്ടുക എന്നതാണ്. അതാണ് ഒരു കരുത്ത് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള നേതാക്കന്മാര് താരതമ്യേന നമുക്ക് കുറഞ്ഞു വരികയാണ്. മദ്യ ദുരന്തത്തിൽപ്പെട്ടവരെ ചികിത്സിക്കാനായിട്ട് നമുക്ക് രൂപതയുടെ അഡാപ്റ്റുണ്ട്. മറ്റു ആശുപത്രികളിലൊക്കെ ചെറിയ തോതിലെല്ലാം നമ്മളത് ചെയ്യുന്നു. അങ്ങനെ ചികിത്സയും മറ്റു മരുന്നുമെല്ലാമായിട്ട് കഴിയുമ്പോഴും അവരെയും നമ്മൾ നല്ല സമഭാവനയോടുകൂടി കാണുകയും അവരുടെ ഹൃദയത്തിന്റെ ആ നിലവാരം
അതിന്റെ ബലം നഷ്ടപ്പെട്ടവരാണ് എന്നുള്ള ആ ബോധ്യത്തോടു കൂടി നമ്മൾ അവരെ കരുതുകയും ചെയ്യും. നമുക്ക് കൂടുതലായിട്ടുള്ള ഇൻവോൾവ്മെന്റ് നിങ്ങൾക്ക് കുട്ടികളുടെ രക്ഷിതാക്കള് എന്ന രീതിയിൽ ഉണ്ടാകേണ്ടതുണ്ട്. അതിനോട് നമ്മൾ വലിയ കോംപ്രമൈസിലേക്ക് പോയാൽ വലിയ വിപത്തുകളാണ് ഉണ്ടാകുന്നത്. ഗാന്ധിജി മറ്റൊരവസരത്തിൽ പറഞ്ഞു, നാഗരികത ആവശ്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിലല്ല, അവ സ്വമനസ്സാലെ കരുതിക്കൂട്ടി പരിമിതമാക്കുന്നതിലാണ് സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ യഥാർത്ഥ സന്തോഷവും സമാധാനവും ഉണ്ടാകും. ഇത് നമ്മള് അനാവശ്യമായി എന്തെല്ലാം കാര്യങ്ങളാണ് മേടിച്ചു കൊടുക്കുന്നത്. നമുക്കെന്തിനാണ് ഒരുപാട് സാധന സാമഗ്രികൾ കണ്ടുകിട്ടുന്നതെല്ലാം വാങ്ങിക്കുക, വാങ്ങിക്കാൻ സാധിക്കാത്തതിനെ കുറിച്ച് ദുഃഖത്തോടുകൂടി പുറത്തുകൊണ്ടിരിക്കുക, ഇങ്ങനെയൊക്കെയുള്ള പ്രവർത്തനങ്ങൾ കൂടി വരികയാണ്. ആർഭാടം അനിയന്ത്രിതമായിട്ട് ഉണ്ടാകുന്നുണ്ട്, പടിഞ്ഞാണിടാതെ പോകുന്നു. വലിയ ആഘോഷങ്ങളിലൊക്കെ ഞാൻ അച്ഛന്മാരുടെ സമ്മേളനങ്ങളിലും പൊതു സമ്മേളനങ്ങളിലും ഒക്കെ പറയാറുണ്ട്, നമുക്കൊരു വിരുന്ന് കൊടുക്കുന്നു, എന്തിനാണ് 4-5 മാംസം വിളമ്പുന്നത്, എന്തിനാണ് 2-3 തരം മീൻ വിളമ്പുന്നത്, അത്യാവശ്യമാണെങ്കിൽ ഒരു കൂട്ടം ഇറച്ചി അല്ലെങ്കിൽ മീന് പച്ചക്കറി അത്രയും പോലെ, എന്തിനു വേണ്ടിയാണ്, എന്താണ് നമ്മൾ അതിൽ നിന്ന് ഉൾക്കൊള്ളുന്നത്? അങ്ങനെയുള്ള എല്ലാ മേഖലകളിലും ഒരു പുനഃപരിശോധന നടത്തേണ്ട ആവശ്യകതയിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമുക്ക് നമ്മുടെ മേൽ കൺട്രോൾ ഇല്ലാത്തതുകൊണ്ടാണ് നമ്മുടെ വസ്ത്രവും നമ്മുടെ ഭക്ഷണവും നമ്മുടെ വാക്കുകളും ഇങ്ങനെ ആരും നിയന്ത്രിക്കാൻ ഇല്ലാത്തതുപോലെ പോവുകയാണ്. നമ്മൾ ശരിക്കും ഈ വക കാര്യങ്ങളോട് ഹൃദയപൂർവമായ ഒരു സമീപനം നമ്മൾ എടുക്കണം. നിങ്ങളുടെ PTA മെമ്പേഴ്സായിരിക്കുന്ന ആളുകൾ, നിങ്ങളൊരു സൈൻ ബോർഡ് ആകേണ്ടവരാണ്. നിങ്ങള് ഉപ്പായിട്ട് പെരുമാറേണ്ടവരാണ്. ഞാൻ ഈ നാളുകളിൽ പല വേദികളിൽ പറഞ്ഞു, ഉപ്പ് ഷുഗറായിട്ട് നമ്മൾ മാറ്റിക്കൊണ്ടിരിക്കുക. ഉപ്പ് എല്ലാത്തിനും ടേസ്റ്റ് നൽകുന്നതാണ്, എല്ലാത്തിനെയും പ്രിസർവ് ചെയ്യുന്നതാണ്, ഒന്നിനെയും ബലഹീനമാക്കുന്നില്ല. അതിന് പകരം നമ്മൾ ഷുഗർ എടുക്കാം, പഞ്ചസാര വിളമ്പാം, അത് വാക്കുകളിലൂടെ കോംപ്രമൈസുകളിലൂടെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കാതെ പ്രാർത്ഥനയില്ലാതെ അങ്ങനെ നമ്മൾ ഉപ്പായിരിക്കേണ്ടവര് ഷുഗറായിട്ട് മാറിയ ഒരു രാജ്യമായിട്ട് നമ്മുടെ നാട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ചില വർഷത്തില് വീഞ്ഞിന്റെ കാര്യം, പുതുവീഞ്ഞ് ഈശോയാണ്, സുവിശേഷമാണ്, മൂല്യാധിഷ്ഠിതമായ ചിന്തകളാണ്. അതിനു പകരം നമ്മൾ വിനാഗിരി വിളമ്പുകയാണെങ്കിൽ എന്താണ് പ്രയോജനം? അങ്ങനെ സമസ്ത മേഖലകളിലും നമുക്ക് ബലഹീനതകൾ വരികയാണ്. അവിടെയാണ് നമ്മൾ പള്ളിക്കൂടങ്ങളില്, ഗ്രാമങ്ങളില് PTA പ്രസിഡന്റുമാരായിട്ടുള്ളവര്, കരിശന്മാരായിട്ട് ഉള്ളവര്, ഉപ്പായിട്ട്, വിളക്കായിട്ട്, പുളിമാവായിട്ട്, മലയിൽ പണിതു വെച്ച വിളക്കായിട്ടൊക്കെ പെരുമാറേണ്ടതിന്റെ ആവശ്യമില്ല. നമുക്ക് സ്കൂളുകളിലൊക്കെ നമ്മുടെ ക്ലബുകളുണ്ട്, വെള്ളമരുന്ന് ലക്ഷ്യം, അതുപോലെ കുടികാലയത്തിനും ഒക്കെ ഇടപെട്ട് ഒട്ടുമിക്ക സ്കൂളുകളിലും നമ്മുടെ ഈ സന്ദേശം നൽകുന്നുണ്ട്. ചാനകളുടെ വർഷങ്ങളായിട്ട് ഇതിന്റെ വലിയ വക്താവായിട്ട് നമ്മുടെ പൊതുവേദികളിലൊക്കെ അനേകം അവസരങ്ങളിൽ മീറ്റിംഗുകൾ നടത്തിയിട്ടുണ്ട്. മീറ്റിംഗുകളുടെ പുറമല്ല, നമ്മളെടുക്കുന്ന തീരുമാനങ്ങളുടെ മനസ്സ് ഉറപ്പില്ലാതെ പോകുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന വലിയൊരു ദുരന്തമാണ്. അതുകൊണ്ട് നമ്മള് നിങ്ങൾ ഇവിടെ ആയതുകൊണ്ട് നിങ്ങളോട് സംസാരിക്കുന്നതാണ്. നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് തന്നെയാണ്. നമ്മളുടെ ജീവിതത്തിന്റെ പ്രധാനപ്പെട്ട ആഘോഷാവസരങ്ങളിലൊക്കെ അതിനെ നിയന്ത്രിക്കാനായിട്ട് നമ്മൾ പഠിക്കണം. എന്തോ ഒരു ആഘോഷമാണ്, അല്ലെങ്കിൽ ഒരു കുഞ്ഞിന്റെ ഒരു കാര്യം വന്നു, അതിന്റെ ആഘോഷത്തിന് വേണ്ടി ഏറ്റവും വലിയ ഓഡിറ്റോറിയമുള്ള പടി നോക്കി അല്ലെങ്കിൽ മറ്റിടങ്ങൾ നോക്കി പോകുന്നു. എന്തിനാണ്? നമ്മുടെ സ്വന്തം ഇടവഴിയില് ആ കുഞ്ഞിന്റെ മാമോദിസായോ ആ മക്കളുടെ കല്യാണമോ ഉള്ള സാഹചര്യങ്ങൾ നടത്തിയാൽ എന്തൊരു ഐശ്വര്യമാണ്. നമ്മുടെ സ്വന്തം വീട്ടിൽ നമുക്കുള്ള സാഹചര്യം അനുസരിച്ച്
നടത്തുമ്പോൾ എന്ത് കൃപയാണ്, അത് എന്തൊരു ഒഫൻസാണ് നമ്മൾ ചെയ്യുന്നത്, എന്തൊരു ഒഫൻസാണ്. നമ്മുടെ ഇടവകയും നമ്മുടെ വീട്ടുകാരും എല്ലാം കിട്ടുന്നത് നമുക്ക് ആധുനികമായിട്ടുള്ള സൗകര്യങ്ങളെല്ലാം പോവുകയാണ്, വെറുതെ അശ്വരയ്യാണ്. അതെല്ലാം നമുക്ക് വ്യതിചാരങ്ങൾ കടത്താനും പണത്തിന്റെ മേൽ നമുക്ക് നിയന്ത്രണമില്ലാതെ നമുക്ക് കൈവിട്ടു പോകുന്നു എന്നതിന്റെ ഒക്കെ ഒരു അടയാളമാണ്. അതുകൊണ്ട് ഇന്നത്തെ ഈ കുടിവരവ് വളരെ വലിയ ഒരു കാര്യമായിട്ട് നിങ്ങൾ എടുക്കുന്നതിന് കുറവുണ്ട്. കാരണം കൈവിട്ടു പോകുന്നത് നമ്മുടെ ഗൗരവതരമായ രീതിയിൽ നിങ്ങളുടെ ഉത്തരവാദിത്വങ്ങൾ നിർവഹിക്കണം. ഈ അടുത്ത നാളിൽ വിളിച്ചിട്ട ഫ്രാൻസിസ് പിതാവ് ഒരു പ്രഭാഷണത്തില് നടത്തിയ ഒരു സന്ദേശത്തിന്റെ ഒരു ഭാഗം ഞാൻ വായിക്കുകയാണ്. ഞാൻ കരുതുന്നു ഇന്നത്തെ നമ്മുടെ ഈ സമ്മേളനത്തിന് ഉചിതമായ ഒരു സൈറ്റേഷൻ ആയിരിക്കണം. The problem of drug use is not solved with drugs. മദ്യം അല്ലെങ്കിൽ മയക്കുമരുന്ന് എന്ന പ്രശ്നം മദ്യം കൊണ്ട് നമുക്ക് പരിഹരിക്കാൻ കഴിയും. The problem of drug use is not solved with drugs. Drug addiction is an evil, and with evil there can no yielding for compromise. മദ്യം പിശാചിനോട് നമുക്ക് കോംപ്രമൈസ് ശരിയല്ല. To think that harm can be reduced by permitting drug addicts to use narcotics is in no way a noble position. കുറച്ച് മദ്യം കൊടുത്ത് നമുക്ക് അവരെ രക്ഷിക്കാം എന്നുള്ള സമീപനം എടുക്കുന്നതും ഒരിക്കലും പരിഹാരത്തിലേക്ക് എത്തുന്നില്ല. Attempts, however limited, to legitimize so-called recreational drugs. എവിടെയെങ്കിലും ക്ലബുകളിൽ കൂടി നമ്മൾ നടത്തുന്ന മീറ്റിംഗും അവിടെ മദ്യം വിളമ്പുന്നതുമാണ് recreational drugs കൊണ്ട് ഉദ്ദേശിച്ചത്. Not only highly questionable, അത് ചോദ്യം ചെയ്യപ്പെടേണ്ടതാണെന്ന് മാത്രമല്ല, from a legislative standpoint, but they fail to produce the sound effect. അത് ചോദ്യം ചെയ്യപ്പെടേണ്ടതാണെന്ന് മാത്രമല്ല, അതുകൊണ്ട് അത് നടത്തുന്നവർ ഉദ്ദേശിക്കുന്ന ഒരു നല്ല കാര്യവും നമുക്ക് അനുകൂലമായിട്ട് വരുന്നില്ല. Substitute drugs are not an adequate therapy, but rather a veiled means of surrendering to the phenomenon. നമുക്ക് വീര്യം കുറഞ്ഞ മദ്യം പ്രൊഡ്യൂസ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ സംസ്ഥാനം പരീക്ഷ നോക്കിയതാണ്, ഇവിടെ ചെയ്യുന്നുണ്ട്. അതൊന്നും പരിഹാരമല്ലെന്ന് ഫ്രാൻസിസ് പിതാവ് പറയുകയാണ്. അവസാന പിതാവ് പറഞ്ഞു, നോ ടു എവരി ടൈപ്പ് ഓഫ് ഡ്രഗ് യൂസ്. എല്ലാ തലങ്ങളിലുമുള്ള ഡ്രഗ്സിനോട് നോ പറയാനായിട്ട് നമുക്ക് കരുത്ത് വേണം. But to say this no as to say yes to life. അങ്ങനെ നമ്മൾ നോ പറയുമ്പോൾ നമ്മുടെ ജീവിതത്തോട് യെസ് ആണ് പറയുന്നത്. യെസ് ടു ലൈഫ്, യെസ് ടു ലവ്, യെസ് ടു അതേഴ്സ്, യെസ് ടു എഡ്യൂക്കേഷൻ, യെസ് ടു ഹോംലിനെസ്, യെസ് ടു ഫ്രണ്ട്ലിനെസ്. അങ്ങനെ വലിയൊരു നിലവിലാണ്. ഈ മദ്യത്തോട് നോ പറയാൻ സാധിച്ചാൽ പിന്നെ നമ്മുടെ ജീവിതം എല്ലാ നല്ല ആനുകാലികമായ കാര്യങ്ങളിലേക്കും കുടുംബസമാധാനത്തിലേക്കും നമ്മുടെ രാജ്യത്തിന്റെ സ്വസ്ഥതയിലേക്കുമുള്ള ആ ഒരു വലിയ കാര്യത്തിലേക്ക് നമുക്ക് കടന്നു വരാനായിട്ട് സാധിക്കും. പരിശുദ്ധന്റെ ആ വാക്കുകള് നിങ്ങൾ പിറ്റിയെ ഒന്നിച്ചിരിക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ സ്വീകരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമുക്ക് ഇതിനോട് നോ പറയുമ്പോൾ മാത്രമേ നമുക്ക് യെസ് എന്ന കാര്യം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എടുക്കേണ്ട നല്ല കാര്യങ്ങളിലേക്ക് പറയാനും നമുക്ക് അറിയത്തില്ലാനും ഒക്കെ സാധ്യമാകും. അതിനുവേണ്ടിയുള്ള ഒരു ഇൻസെന്റീവ് ചിന്തകളിലൂടെ കൂടിവരവിലൂടെ നമുക്ക് കിട്ടണം. നമ്മൾ ഒന്നിച്ചിരിക്കുമ്പോൾ ഇതൊരു ഗ്യാതറിംഗ്
യാതൊരു ആയിട്ടുള്ളത് ദൈവമാണ്. ദൈവമാണ് നമ്മളെ ഇവിടെ വിളിച്ചിരിക്കുന്നത്. ദൈവമാണ് യാതൊരു. ഇവിടെ ഉപയോഗിച്ച വാക്ക് ഈവിൾ, പിശാച്. പിശാചിന്റെ പ്രത്യേകത സ്കാറ്ററിംഗ്, ചിതറിക്കുക. ദൈവം നമ്മെ എല്ലാവരെയും ഒന്നിപ്പിക്കുമ്പോൾ, ഗ്യാദർ ചെയ്യുമ്പോൾ ഈ പിശാച്, ഈ ഡെവിള് നമ്മളെ സ്കാറ്റർ ചെയ്യുക, ചിതറിക്കുക. ഈ സ്കാറ്ററുടെ മറ്റൊരു പേരാണ് അക്യൂസർ. പിശാചിനെ കുറിച്ച് വേദപുസ്തകം പറയുന്നു. എന്തുമാത്രം അക്യൂസേഷനാണ് ഓരോ ദിവസവും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തിനാണ് എന്തുമാത്രം അക്യൂസേഷനാണ്, എന്തുമാത്രം കുറ്റപ്പെടുത്തലാണ്. ഒരു കാരണമില്ല. നമ്മളത് പഠിക്കണം. എങ്ങനെ ഈ തലമുറയ്ക്ക് ഇതുപോലെ മറ്റുള്ളവരെ അക്യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നത് എന്നെ വിസ്മയപ്പെടുത്തിയിട്ടുള്ള കാര്യം. ഒരു വാക്ക് പോലും അനാവശ്യമായിട്ട് പറയാത്തവർക്ക് ഇവിടെ കാണും. ഞാൻ പരിശ്രമിക്കുന്നതിന് വേണ്ടിയാണ്. ആരെയാണ് നമ്മൾ അക്യൂസ് ചെയ്യുന്നത്? എന്ത് കാരണത്താലാണ് അക്യൂസ് ചെയ്യുന്നത്? അത് സ്കാറ്ററിംഗാണ്, ഡെവിളിഷാണ്, ശരിയായിരിക്കാം. അത് മാധ്യമങ്ങളെ ദുരുപയോഗിക്കുന്നവരും മറ്റുള്ളവരെ പിന്തുണയ്ക്കുന്നവരും ഒക്കെ ചിന്തിക്കേണ്ട കാര്യമാണ്. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു ബിൽഡിംഗ് അപ്പാണ് എന്നുള്ളത്. അഭിപ്രായ വ്യത്യാസങ്ങൾ സ്വാഭാവികമാണ്. ഇവിടെ ഇരിക്കുന്നവരും വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളിൽപ്പെട്ടവരും വ്യത്യസ്ത മതവിഭാഗത്തിൽപ്പെട്ടവരും കാണുന്ന എഡ്യൂക്കേഷൻ സർക്കിളുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഡിഫറൻസസ് ആർ ഡിവൈൻ, അതിലൊരു സംശയമില്ല. പക്ഷേ ഡിവിഷൻസ് ആർ ഡൈമോണിക്. അതാണ് പ്രശ്നം. ഡിഫറൻസസ് ആർ ഡിവൈൻ. വ്യത്യസ്തതകൾ എന്ന് പറയുന്നത് ദൈവികമാണ്. എന്നാൽ ഡിവിഷൻ എന്ന് പറയുന്നത് പിശാചിന്. ഈ മദ്യം എന്ന പിശാചിനെ നമ്മൾ കൊണ്ടുവയ്ക്കുമ്പോൾ നമ്മുടെ മനസ്സിനുള്ളിൽ, നമ്മുടെ വീട്ടിനുള്ളിൽ, നമ്മുടെ സമൂഹത്തിനുള്ളിൽ ഉണ്ടാകുന്ന ആ സ്കാറ്ററിംഗ് വളരെ വലുതാണെന്ന് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് കുഞ്ഞുങ്ങളോട് ചേർന്ന് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമുക്ക് ജീവിക്കാനും പ്രവർത്തിക്കാനും സാധിക്കുമ്പോഴാണ് സമൂഹ നിർമ്മിതിയിൽ നമുക്ക് പങ്കുവഹിക്കാൻ സാധിക്കുന്നതെന്ന കാര്യം നമ്മൾ കൃത്യമായി ഓർക്കുക. നമ്മുടെ മൂല്യങ്ങൾ, നമ്മുടെ മാതാപിതാക്കൾ നമുക്ക് തന്ന മൂല്യങ്ങൾ നഷ്ടപ്പെടുത്താതിരിക്കാനായിട്ട് നമ്മൾ പരിശ്രമിക്കണം.